തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് മോദി പ്രധാനമന്ത്രിയാകാനും തീരുമാനിച്ചു. എന്നിട്ടും സുകുമാരൻ നായർക്ക് മതിയായില്ല. VM സുധീരനോടുള്ള പകപ്പാടിലാണ് ആശാൻ ഇപ്പോഴും. സുധീരൻ ബാറുകളുടെ ലൈസൻസ് തടഞ്ഞുവെച്ചതാണ് പ്രകോപനത്തിനുള്ള ഇപ്പോഴത്തെ കാരണം. മദ്യം റേഷൻ കടകൾ വഴി വിതരണം ചെയ്യണമെന്നും റോഡ് പണി പോലുള്ള പണികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മദ്യവിതരണത്തിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തണം എന്നുമാണ് NSSന്റെ നിലപാട്. മദ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ഒരു ഒറ്റ സുപ്രഭാതത്തിൽ അത് നിർത്താനൊക്കത്തില്ല. അത് ആവശ്യമുള്ളവരെ കണ്ടുപിടിച്ച് അവർക്ക് ആവശ്യമായ ഡോസ് നല്ല സാധനം കൊടുക്കാൻ ഗവൺമെന്റ് തന്നെ ഒരു സംവിധാനം ഉണ്ടാക്കി അതിനുള്ള ഔട്ട്ലെറ്റ് ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അങ്ങനെ കുറേശ്ശെ ഇപ്പം മെഡിസിൻസ് കൊടുക്കുന്നത് എങ്ങനെയാ? രോഗികൾക്ക് മെഡിസിൻസ് കൊടുക്കുന്നത് എങ്ങനെയാ എന്ന് പറയുന്ന പോലെ മദ്യപാനം എന്ന് പറയുന്ന ഒരു രോഗമാണ്. അത് രോഗമാകാൻ പോകാതിരിക്കാൻ, രോഗമുണ്ടാകാതിരിക്കാൻ നിയന്ത്രണം. രോഗികളായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് ആവശ്യമുള്ള കൺസ്യൂം ചെയ്യത്തക്ക രീതിയിൽ നല്ല മദ്യം വില കുറച്ച് ഒരു പ്രത്യേക നിയന്ത്രണത്തിൽ, ഇപ്പം ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അതിന് റേഷൻ കാർഡില്ലേ എന്ന് പറയുന്ന പോലെ തന്നെ അവർക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഇപ്പോൾ ഔട്ട്ലെറ്റുകൾ ഗവൺമെന്റ് തുറന്നിട്ട് അവർക്ക് കൊടുക്കണം. എന്നതായാലും താങ്ക്സ്, വെൽക്കം, നന്ദിയുണ്ട് എല്ലാവരോടും. താങ്ക് യു. അടിച്ച് പൂക്കുറ്റിയായി രാത്രി കയറി കിടക്കുമ്പോഴും പിന്നീട് രാവിലെ 10 മണിക്ക് ശേഷം അതിന്റെ ഹാങ് ഓവറിൽ എഴുന്നേൽക്കുമ്പോഴും 1000 തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവെ ഈ നശിച്ച വെള്ളമടിയിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ സാധിച്ചെങ്കിലും. പക്ഷെ ഇന്ന് സംഭവിപ്പിച്ചു. ഈ കൂലിപ്പണി ചെയ്യുന്നവരും അതുപോലെ കടുത്ത ജോലി ചെയ്യുന്ന ആളുകൾക്കും ഇത് കിട്ടിയില്ല, എന്തോ ചെയ്യും? അവര് രാവിലെ കിടന്ന് വിറയ്ക്കുന്ന കാണാമല്ലേ? ആ പണി ഇവർ ചെയ്യുമോ? ഈ പറയുന്ന നേതാക്കൾ ചെയ്യുമോ? റോഡ് ടാറിങ് നടക്കുന്നു. ഈ ചൂടിനകത്ത് നിന്ന് ജോലി ചെയ്യുന്നവരെ എന്താ ചെയ്യുന്നത്? ഇവര് പോയി ആ പണി ചെയ്യുമോ? അവർക്ക് എന്താണ് ആവശ്യം? അങ്ങനെ നിരന്തരമായി അത് ശീലിച്ചിട്ടുള്ള ആളുകൾ അവരിന്ന് രോഗികളാ. അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെന്റിനുണ്ട്. ഗവൺമെന്റ് ചെയ്യേണ്ടത് അവരാരൊക്കെയെന്ന് കണ്ടുപിടിക്കണം. അവർക്ക് വേണ്ട ഡോസ് എന്നാണെന്ന് നിശ്ചയിക്കണം. അത് വേണ്ടവണ്ണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തക്ക ഔട്ട്ലെറ്റ് ഉണ്ടാക്കണം. അവിടെ നല്ല മദ്യം കൊടുക്കണം, വില കുറച്ചു കൊടുക്കണം. ഇതൊക്കെയാ ഗവൺമെന്റ് ചെയ്യേണ്ടത്. അതല്ലാതെ ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ വന്ന് ആദർശം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. പരമാവധി പോയാൽ നമ്മുടെ ഭൂമി ഏതാണ്ട് 2050 തീരും. അതിന് ഞാൻ ഈ പറഞ്ഞ ഒരു സംവിധാനം ഞാൻ പറയാം. ഇപ്പൊ കൊച്ചു കുട്ടികൾ തന്നെ ഇപ്പൊ ഇല്ലേ, 10-20 വയസ്സായിട്ടുള്ള ആളുകൾ ഇല്ലേ, അവരാരും ഇപ്പൊ ഈ രോഗികളല്ല. അതിലേക്ക് അവർ പോകാതിരിക്കത്തക്ക രീതിയിൽ ഒരു പ്രത്യേക ഏജ് ലിമിറ്റ് വരെ ഉള്ളവർക്ക് മദ്യം കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കണം. അതൊരു വർധനമല്ലേ? ബാക്കി ആവശ്യമുള്ളവരെ കണ്ടുപിടിക്കണം. അത് ഗവൺമെന്റ് സംവിധാനത്തിലൂടെ കണ്ടുപിടിക്കണം. അവർക്ക് ആവശ്യമുള്ള ഡോസ് എന്താണെന്ന് നിശ്ചയിക്കാനുള്ള സംവിധാനം വേണം. അതിന് ആവശ്യമായിട്ടുള്ള റേഷൻ കാർഡ് പോലെ എന്തെങ്കിലും ഐഡന്റിറ്റി ഇത് കൊടുക്കണം. അതിന് ഔട്ട്ലെറ്റ് തുടങ്ങണം, നല്ല മദ്യം കൊടുക്കണം, വില കുറഞ്ഞു കൊടുക്കണം. ഇതൊക്കെയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. അങ്ങനെ അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ അവരെ ഈ കാര്യങ്ങൾ ബോധവൽക്കരിച്ച് ഇതിൽ നിന്ന് പിന്മാറ്റാനുള്ള ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്ത് നടക്കും. ഇതൊന്നും ചെയ്യാതെ ഒറ്റ അടിക്ക് ഇങ്ങോട്ട് വന്നേച്ച് ഇതെല്ലാം അങ്ങ് കൂട്ടിയേരെ എന്ന് പറയുന്നില്ല. എന്ത് ആദർശമാണ് അതിനകത്തുള്ളത്? ഒരു ആദർശവും ഇല്ല. എന്റെ ഫോർമുല നിങ്ങൾ സ്വീകരിച്ചല്ലോ. ഞാൻ പറഞ്ഞ ഫോർമുല ഞാൻ പറഞ്ഞല്ലോ. ഇന്ന ഒരു 10-25 വയസ്സ് വരെയുള്ള ആളുകൾക്ക്, 21 വയസ്സ് വരെയുള്ള ആളുകൾക്ക് മദ്യം കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കണം. സ്വന്തമായി ജോലി ചെയ്ത് ജീവിതം കഴിയുന്ന, കുടുംബമായിട്ട് ജീവിതം കഴിയുന്ന ആളുകൾക്ക് ഇത് നിരന്തരമായി കഴിച്ചതിൻ്റെതായ ആവശ്യം, അവര് രോഗികളാവും വാസ്തവ യഥാർത്ഥത്തിൽ. ഇവർക്ക് ഇത് കിട്ടിയേ പറ്റൂ. അങ്ങനെയുള്ള ആളുകളെ ഗവൺമെന്റ് നിശ്ചയിക്കണം. അവർക്ക് ആവശ്യമായത് കൊടുക്കണം. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. നല്ല സാധനം കൊടുക്കണം. അതിന് ഗവൺമെന്റ് ഔട്ട്ലെറ്റിൽ നിന്ന് കൊടുക്കണം. അത് അവർക്ക് ആവശ്യമായ ക്വാണ്ടിറ്റി ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ച് ഒരു ദിവസത്തേക്ക് എത്ര വേണം ആളിന്, അതിനനുസരിച്ചുള്ള കൊടുക്കണം. അരി എങ്ങനെയല്ലേ കൊടുക്കുന്നത്? റേഷൻ കാർഡ് കൊടുക്കുന്നത് അങ്ങനല്ലേ? അത് കുറഞ്ഞ വിലയ്ക്ക് നല്ല സാധനം കിട്ടാൻ ഗവൺമെന്റ് ചെയ്യണം. ഇതിന്റെ കൂട്ടത്തിൽ ഈ പറയുന്ന രീതിയിൽ തന്നെ ഇവരെ ബോധവൽക്കരിച്ച് ഇതിലായിട്ടുള്ളവരെ അതിൽ നിന്ന് പിന്മാറ്റാനുള്ള ശ്രമവും ഗവൺമെന്റ് ചെയ്യണം.
മദ്യത്തിന്റെ കാര്യത്തിൽ സുകുമാരൻ ആശാൻ വെള്ളാപ്പള്ളിക്ക് പഠിക്കുകയാണ് എന്ന് വ്യക്തമായല്ലോ. ഉമ്മൻചാണ്ടിയെ സുഖിപ്പിച്ച് കൂടെ നിർത്താനാണ് പുതിയ ഫോർമുലകൾ പ്രഖ്യാപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം താൻ വിചാരിച്ചതുപോലെ നടന്നു എന്നാണ് നായന്മാരുടെ ഈ തലതൊട്ടപ്പൻ കരുതുന്നത്. ഇവിടെ കോൺഗ്രസും കേന്ദ്രത്തിൽ BJPയും അധികാരത്തിൽ വരാനാണത്രേ NSS വോട്ട് ചെയ്തത്. സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ ഇത് ആവശ്യമാണ്, അതുകൊണ്ട് പറഞ്ഞു. കേന്ദ്രത്തിന്റെ കാര്യത്തിൽ അത് ആവശ്യമാണ്. അപ്പൊ ഇത് രണ്ടും പിന്നെ നടക്കത്തക്ക ഒരു രാഷ്ട്രീയ സാഹചര്യമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകേണ്ടതെന്നാണ് NSS ആഗ്രഹിച്ചത്. അത് രണ്ടും നടന്നു. NSSന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇങ്ങനെ സമദൂരം എടുത്തപ്പോഴും കേന്ദ്രത്തിൽ ഒരു ഭരണ മാറ്റം നമ്മുടെ രാജ്യത്തിന് വളരെ അത്യന്താപേക്ഷിതമായിരുന്നു. അതിനകത്ത് ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, നിങ്ങളത് മനസ്സിലാക്കണം. ഈ കേന്ദ്രത്തിന്റെ വിജയം വെറും ഒരു രാഷ്ട്രീയ വിജയം മാത്രമാണെന്ന് ആരും കാണണ്ട. അത് ഭരണവിരുദ്ധ തരംഗമാണ്. ജനങ്ങൾ അതിനുവേണ്ടി കണ്ടെത്തിയത് BJPയുടെ നേതാവായ മോദിയാണ്. മോദിയിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായി. നമ്മൾ പറയുമല്ലോ തമ്മിൽ പേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ, എന്നാ അങ്ങനെ ഒരു പരീക്ഷണം നടത്തിക്കളയാം. കാരണം ഭരണം അത്ര കണ്ട് തകർച്ചയിലായി. ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ എന്നുള്ള നിലയിൽ ജനങ്ങൾ നിൽക്കുകയാണ്. അപ്പോ പ്രവർത്തിച്ച് പാരമ്പര്യം തെളിയിച്ച് നിൽക്കുന്ന ഒരു നേതാവിനെ കണ്ടപ്പോൾ ആ നേതാവിൽ അവർ വിശ്വാസം അർപ്പിച്ചു, ആ പാർട്ടിയിൽ അവർ വിശ്വാസം അർപ്പിച്ചു. ഇനിയും ആ പാർട്ടിയാണ് ജനങ്ങളുടെ വിശ്വാസം സാക്ഷാത്കരിച്ചു കൊടുക്കേണ്ടത്. ഒരു കാര്യത്തിൽ മാത്രമാണ് NSSന് നിരാശയുള്ളത്, സാക്ഷാൽ O രാജഗോപാലിന്റെ കാര്യത്തിൽ. രാജേട്ടനെ ഇങ്ങനെ തോൽപ്പിക്കാൻ പാടുണ്ടായിരുന്നോ? അല്ല, O രാജഗോപാല് സത്യത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് ഒരു പാർലമെന്റ് മെമ്പറായിട്ട് തെരഞ്ഞെടുത്ത് പോകേണ്ടതായിരുന്നു. അത് കേരളത്തിന് ഗുണം ചെയ്തേ. അതുകൊണ്ട് അത് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. O രാജഗോപാൽ തിരുവനന്തപുരത്ത് ജയിച്ച് ഒരു പാർലമെന്റ് അംഗമായി പോകേണ്ടത് കേരളത്തിന്റെ ആവശ്യമായിരുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ. അത് ഞാൻ രാഷ്ട്രീയമായിട്ടല്ല അതിനെ കാണുന്നു. ഞാൻ ആർക്കും എന്റെയും പിന്തുണ പ്രഖ്യാപിച്ചതില്ല. NSS സമദൂരമായിരുന്നല്ലോ. അപ്പം NSSുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് ആർക്ക് വേണേലും വോട്ട് ചെയ്യാമായിരുന്നു. രണ്ട് താല്പര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഉള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അതിന് നേരത്തെ തീരുമാനം എടുക്കാമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് എടുത്തില്ലല്ലോ. ഞാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കേരളത്തിന് ഗുണം ചെയ്തേനെന്നാണ് പറഞ്ഞത്. ഇല്ലില്ല, അത് അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തില്ലല്ലോ, എടുക്കേണ്ടി വന്നില്ലല്ലോ. അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യം വെച്ചുകൊണ്ട് ഞാനുള്ള അഭിപ്രായം പറഞ്ഞതാണ്. തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ ഭരണകക്ഷിയുടെ ഒരാള് MP ആയിട്ട് കേരളത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ കേരളത്തിന് അത് ഗുണം ചെയ്യത്തില്ലേ? പ്രത്യേകിച്ച് ഇത്രയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഒറ്റ കക്ഷി എന്നുള്ള നിലയിൽ കേന്ദ്രം ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധി കേരളത്തിലുണ്ടെന്ന് പറയുന്നത് കേരളത്തിന് നല്ലതല്ലേ? അങ്ങനെ ചിന്തിക്കേണ്ടതായിരുന്നു എന്നാണ്. ഞാൻ ചിന്തിച്ചില്ല, നമ്മൾ ചിന്തിക്കേണ്ടതായിരുന്നു ആ വിഷയത്തിൽ എന്നാണുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഉള്ളിലിരിപ്പ് പുറത്തു വരുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. മോദിയുടെ കാര്യത്തിൽ സമാന അഭിപ്രായം രൂപീകരിച്ചതോടെ വെള്ളാപ്പള്ളിയുമായി ഒരു ഐക്യത്തിനു കൂടി സാധ്യത തെളിയുന്നുണ്ട്. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് തന്ത്രം. പിന്നെ നമ്മളാരാ മോൻ? ഈ കളിയൊന്നും ഇനി എന്റെ അടുത്ത് നടക്കുകയില്ല. ഞാനിത് എല്ലാം ഞാൻ കൃത്യമായിട്ട് ഞാൻ എന്ത് പറയുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾ തന്നെ കണ്ടോ, ഞാൻ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക.